ഞാൻ ഡോക്ടർ ബീന, മഹിമ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന്. ഹൈപ്പർ പിഗ്മെന്റേഷൻ തൊലിപ്പുറത്ത് മാത്രമുള്ള ഒരു രോഗമല്ല. ദഹന പ്രശ്നങ്ങൾ, ആഹാര രീതിയിലെ പ്രശ്നങ്ങൾ, ജീവിത രീതിയിലെ പ്രശ്നങ്ങൾ, ഹീറ്റ് ഇംബാലൻസ്, ബ്ലഡ് ഇംപ്യൂരിറ്റീസ് തുടങ്ങി പല കാരണങ്ങൾ അതിനുണ്ട്. ശരിയായ രീതിയിലുള്ള ആയുർവേദ ചികിത്സയിലൂടെ ഉള്ളിൽ മരുന്ന് കഴിച്ചും പുറമെ ലേപനം, ധാര മുതലായവ ചെയ്തും തൊലിയുടെ നിറം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. ലൈക്കൻ പ്ലാനസ് പിഗ്മെന്റോസസ് ബാധിച്ച ഒരു രോഗിയുടെ അനുഭവം കേൾക്കാം. ഞാൻ 2021 ഒരു മെയ് ആരംഭത്തോടു കൂടി എനിക്ക് മുഖത്തിന് ഭയങ്കരമായിട്ടുള്ള പിഗ്മെന്റേഷൻ വരികയും ഞാൻ വീണ്ടും ഡോക്ടർമാരെ സമീപിക്കുകയും ഈവൻ ബയോപ്സി വരെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ലൈക്കൻ പ്ലാനസ് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന അസുഖമായിരുന്നു. ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ ജോലി എനിക്ക് നഷ്ടമായി. കാരണം വെയിൽ കൊള്ളരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട്, ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വെയിൽ കൂടുതൽ കൊള്ളരുതെന്ന് പറഞ്ഞത് പ്രകാരം എനിക്ക് ജോലിയിൽ പോകാൻ കഴിയാതാവുകയും ജോലി നഷ്ടമാവുകയും ചെയ്തു. നഷ്ടമായി എന്ന് വെച്ചാൽ ഞാൻ തന്നെ സ്വയം പോകണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. കൂടാതെ എന്റെ പരിചയമുള്ള എന്റെ അടുത്ത റിലേറ്റീവ്സ് വരെ എന്നെ കണ്ടാൽ അറിയാൻ പറ്റാത്ത രീതിയിൽ എന്റെ മുഖം അത്രയ്ക്കും ഡാർക്ക് ആവുകയും മാസ്ക് ഇല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരികയും പൊതുപരിപാടികളിലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പങ്കെടുക്കാതെയുമായി. അത്രത്തോളം ഞാൻ വിഷമം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് എന്റെ ഒരു ഫ്രണ്ടാണ് ഡോക്ടർ ബീന ഡോക്ടറിനെ സജസ്റ്റ് ചെയ്യുകയും ഞാൻ അങ്ങനെ ഡോക്ടറെ അടുത്ത് എത്തുകയും ഡോക്ടറുടെ ആ ഒരു സ്നേഹം നിറഞ്ഞ ആ ഒരു പരിഗണനയും ആ ഒരു ചികിത്സയും എനിക്ക് ഫലവത്താവുകയും എനിക്ക് ഏറെ വ്യത്യാസം വരികയും ചെയ്തു. ഞാനിപ്പോ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങുന്നുണ്ട്. എല്ലാ പരിപാടികളിലും, അതായത് ബന്ധുക്കളുടെ റിലേറ്റീവ്സിന്റെ മിക്ക ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എനിക്കിപ്പോ ഒരു ആത്മവിശ്വാസം വന്നു. ചികിത്സ തീർന്നിട്ടില്ല. ഇനിയും ചികിത്സയുടെ ഭാഗമായി ഇനിയും ചികിത്സ ഉണ്ട്. ചികിത്സയുടെ ഭാഗമായിട്ട് ഇനിയും എനിക്ക് ഡോക്ടറെ കാണേണ്ടതുണ്ട്. അത് ആയതുകൊണ്ട് ഇതുപോലെ കഷ്ടപ്പെടുന്ന അനേകം ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവർക്ക് ഒരു പ്രത്യാശ ആണ് എന്നെ ചികിത്സിക്കുന്ന എന്റെ ഡോക്ടർ. നന്ദി.